വചനപ്രകാശത്തിലേക്ക് സ്വാഗതം. നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം വാക്യം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. യേശു വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അതിരുകളില്ലാതെ ഭാഷകൾ കടന്ന് സംസ്കാരങ്ങൾ താണ്ടി അവൻ ആഗ്രഹിച്ചതുപോലെ ഇറങ്ങി വന്നു. ഇതായിരുന്നു ദൈവിക ശക്തീകരണത്തിൻ്റെ ആരംഭം. ശിഷ്യന്മാർ നേരത്തെ ഭീതിയോടെ അടച്ച മുറിയിൽ മൗനമായിരുന്നവരായിരുന്നു. പക്ഷേ ആ ദിവ്യ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് അവരെ മാറ്റി. ഭയത്തിനു പകരം ധൈര്യം, നിസ്സഹായത്തിനു പകരം ശക്തി, മൗനത്തിനു പകരം ദൈവവചനം. അവർക്ക് നൽകപ്പെട്ടത് പുതിയ ഭാഷകൾ മാത്രമല്ല, പുതിയ ഹൃദയം, ദൈവരാജ്യത്തിൻ്റെ ദൗത്യം, ആത്മാവിൻ്റെ ഓരോ കാര്യത്തിൽ നേതൃത്വം. നാം വേറിട്ട് ജീവിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വാക്ക് ഊരിയെടുക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ നിറയേണ്ടതുണ്ട്. ഇത് വെറുതെ ഒരു പ്രാർത്ഥനയോ അനുഭവമോ അല്ല. ദിവസേന ഒരാൾ പൂർണ്ണമായും ആത്മാവിന് കീഴടങ്ങുന്ന ജീവിതമാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ജസ്റ്റ് ലൈക്ക് യു ഫിൽ ദ ഡിസൈപ്പിൾസ് ഓൺ പെന്തക്കോസ്റ്റ്, എന്നെയും ആത്മാവിനാൽ നിറയ്ക്കണമേ. ഗിവ് മീ സ്ട്രെങ്ത് വെൻ ഐ എം വീക്ക് ആൻഡ് പീസ് വെൻ ഐ എം അഫ്രൈഡ്. ആമേൻ.